മണിയൊരു പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മള് നമ്മളുടെ സ്ട്രെങ്തിൽ, നമ്മളുടെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കാൻ പോകരുത്. നമ്മളുടെ സ്വന്തം സ്ട്രെങ്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ, നമ്മൾ വലിയ ബുദ്ധിമാനാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ വീട് പോവുക തന്നെ ചെയ്യും അല്ലേ. നമ്മൾക്കറിയാം പിശാച്, സൈറ്റൻ അല്ലേ, നമ്മളുടെ എനിമി, അവനൊരു അലറി വിളിക്കുന്ന സിംഹത്തെ പോലെ അവൻ ഓടി നടക്കുന്നത് നമ്മുടെ ചുറ്റും. നമ്മുടെ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് പിന്നെ സൈറ്റനെ എതിർത്ത് നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വ്യക്തിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ശക്തിയിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ വീണ് പോവുക തന്നെ ചെയ്യും. അങ്ങനെ ഒരാൾ പോലും വീണ് പോകണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്നതിന് നമുക്കിത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രൈസ് യു ഹോൾ നെയിം ജീസസ് മാസ്റ്റർ. മൈറ്റി വൺ ഐ പ്രൈസ് ആൻഡ് വർഷിപ്പ് യു കർത്താവേ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ കർത്താവെ, താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. ലോർഡ് ജീസസ് മാസ്റ്റർ, ഞങ്ങളെ ശക്തിപ്പെടുത്തണം എന്നുള്ളത് അങ്ങയുടെ ആഗ്രഹം കർത്താവെ. ലോർഡ്, ഞങ്ങൾ ഒരാൾ പോലും വീക്കായിരിക്കണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല. അതാ അങ്ങയുടെ ഹൃദയം. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങളെ ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ ആലയങ്ങളാക്കി മാറ്റിയതിനായിട്ട് നന്ദി പറയുന്നു. ഒരു കാലത്ത് അങ്ങയുടെ മക്കളായിരുന്നില്ല ഞങ്ങൾ. ഒരു കാലത്ത് ഞങ്ങൾക്ക് അങ്ങയുടെ അടുത്ത് വരാൻ പോലും ഉള്ള ഒരു അവകാശമോ ഒന്നും ഉണ്ടായിരുന്ന വ്യക്തികളല്ല. പക്ഷെ ഇന്ന് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിയിരിക്കുന്നു ഞങ്ങൾ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ ഗോഡ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഫാദർ ഗോഡ്, ഞങ്ങള് സ്വീകരിച്ചതിനായിട്ട്, ഞങ്ങളെ ടീച്ച് ചെയ്തതായിട്ട് നന്ദി പറയുന്നു പിതാവെ. അങ്ങേക്കായിട്ട് അങ്ങയുടെ മകനായിട്ട് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. നമുക്ക് ഇന്ന് മത്തായി സുവിശേഷത്തിലേക്ക് പോകാം. 24-ാമത്തെ ചാപ്റ്ററിന്റെ 43-ാമത്തെ വാക്ക്. മത്തായിന്റെ 24-ാമത്തെ ചാപ്റ്ററിന്റെ 43-ാമത്തെ വാക്ക്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ദൈവത്തിന്റെ വരവിനെ പറ്റി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. ഇത് യേശു തന്റെ വരവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. വരുന്ന സമയവും കാലവും ഒന്നും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് നടക്കുന്ന കുറെ കാര്യത്തെ പറ്റി യേശു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. നോവേന്റെ കാലം പോലെ ആയിരിക്കും ആ സമയത്ത് സമൂഹം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. തിന്നുകയും കുടിക്കുകയും എന്താ പറയുക, മോശപ്പെട്ട രീതിയിലുള്ള ജീവിതശൈലി നയിക്കുന്ന ആൾക്കാരുടെ ഒരു സമയമായിരിക്കും അല്ലെ ആ സമയം എന്ന് പറഞ്ഞിരിക്കും. പിന്നെ സൊസൈറ്റിയിലേക്ക് നോക്കുമ്പോൾ അതൊക്കെ തന്നെ കാണുന്നത്. അപ്പൊ ഇവിടെ യേശു പറഞ്ഞിരിക്കുന്ന വാക്കാണ്: കള്ളൻ വരുന്ന യാമം വീട്ടുടമസ്ഥൻ അറിയുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കുമായിരുന്നു അല്ലെ, തന്റെ വീട് കാക്കുമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വെച്ച് കഴിഞ്ഞാല് യേശു എപ്പോഴാണ് വരുന്നത് നമുക്കറിയാമെങ്കിൽ നമ്മൾ ഉണർന്നിരുന്നുകൊണ്ട് നോക്കുകയൊക്കെ ചെയ്യും അല്ലെ. യേശുവിനോട് പ്രിപ്പയർ ചെയ്തിരിക്കും. അപ്പൊ നമ്മോട് പറഞ്ഞിരിക്കുന്ന ദിവസവും കാലവും ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ എപ്പോ വേണമെങ്കിലും പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളത് അല്ലെ. അത് ഒരു കാര്യം. പക്ഷെ വേറൊരു കാര്യം ഇവിടെ ഒന്ന് ഓർത്തു നോക്കി. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കള്ളം വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടമസ്ഥൻ അറിയുന്നു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരുത്തുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് അറിയുന്നുവല്ലോ. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ദൈവം നമ്മൾക്ക് ഓരോ സ്റ്റേജിൽ വെച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഒന്ന് വിചാരിച്ചു നോക്കി, കള്ളൻ വരുന്നതിനെ പറ്റി ദൈവം പറയുന്നു അല്ലെ. അപ്പോ നമ്മളോടൊരു കള്ളനെ പറ്റി ദൈവം ഓൾറെഡി പറഞ്ഞിട്ട് യോഹന്നാന്റെ 10-ലേക്ക് പോകുമ്പോ 10-10 ദൈവം പറഞ്ഞിട്ടുണ്ട്: മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പൊ അവിടെ കള്ളൻ വരുന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ കള്ളനെ പോലെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരുത്തൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം അത് ആരാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മോഷ്ടിപ്പാൻ വരുന്നവൻ അറപ്പാനും മുടിപ്പാനും വരും. നമ്മളെ നശിപ്പിക്കണം, നമ്മളുടെ ആത്മാവിനെ നശിപ്പിക്കണം, നമ്മുടെ ജീവിതങ്ങളെ നശിപ്പിക്കണം, നമ്മളെ മുടിപ്പിച്ചു കുട്ടിച്ചോറാക്കണം എന്നുള്ളൊരു രീതിയിൽ അല്ലെ മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കുന്ന ഒരുത്തരുണ്ട്, പിശാച് അല്ലെ. അപ്പൊ ദൈവം നമ്മളോട് പറയുക, എന്താ പറയുക, അവൻ വരുന്നത് നമുക്ക് അറിയാമെങ്കിൽ അല്ലെ, നമ്മളുടെ ജീവിതത്തിലേക്ക് പിശാച് കയറുന്നത് നമുക്ക് തടുക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിവുള്ളവർ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളുടെ അറിവ് അത് എങ്ങനെയുള്ള അറിവായിരിക്കണം അല്ലെ. എന്താണ് നമുക്ക് അറിയുന്നത്? കള്ളൻ വരും എന്നുള്ളതിനെ പറ്റി മാത്രമാണോ അല്ലെ? അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അതല്ല, അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക: പിശാചിനെ എതിർത്ത് നിൽക്കാൻ മനുഷ്യവർഗത്തിന് സാധിക്കത്തില്ല
ഒറ്റയ്ക്ക്. മനുഷ്യവർഗത്തിന്റെ ശക്തി കൊണ്ട് ഒരു കാരണവശാലും സാധിക്കത്തില്ല. പിശാച് നമുക്കറിയാം, പോളിനെ കണ്ടപ്പോ പിശാച് പോളിനും പീറ്ററും ഒക്കെ അല്ലെ, അത് വേണ്ട, നമുക്ക് യേശുവിനെ പറ്റി പറയാം അല്ലെ. യേശു എന്താ പറഞ്ഞെ, യേശുവിനെ കാണുമ്പോഴേ തന്നെ പിശാച് ഓടി വന്ന് മുട്ടുകുത്തുമായിരുന്നു മുമ്പിൽ അല്ലെ. അപ്പൊ യേശു ദൈവമാണെന്ന് വിചാരിച്ചൊന്നുമില്ല, യേശു ദൈവമാണ് അല്ലെ. അപ്പൊ മനുഷ്യരെ പറ്റി പറയുന്നത് പോളിനെ കാണുമ്പോഴും അല്ലെ, പോള് പിശാചിനെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലന്മാർ അത് ചെയ്തിട്ടുണ്ട് അല്ലെ, മറ്റേ പീറ്ററും ജെയിംസും ജോണും അല്ല, അതല്ല അവരെല്ലാം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ല ചെയ്യുന്നത്. പിശാചിന്റെ ദുരാത്മാവ് അല്ലെ, അത് സ്പിരിറ്റുകളെ മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് ഓടിച്ചിരുന്ന അവരല്ല ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദൈവം കൊടുത്തിരിക്കുന്ന അനോയിന്റിങ് അല്ലെ, അവരെ എന്താ പറയാ, ദൈവം ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് അവർ വഴി ചെയ്ത കാര്യം അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളില് ദൈവം യേശുക്രിസ്തു ഉള്ളപ്പോ നമ്മുടെ ഉള്ളില് എത്രമാത്രം മെഷർ ഓഫ് യേശുക്രിസ്തു ഉണ്ടെന്ന് എന്താ പറയുന്നത്, അതനുസരിച്ചാണ് നമ്മൾക്ക് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ മെഷർ ഓഫ് യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിയുമ്പോഴേക്കും ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് നമ്മൾ മുദ്രയിടുന്നു അല്ലെ. പക്ഷെ ചില ആൾക്കാര് എന്താ ചെയ്യുന്നത്, അവര് ദൈവവുമായിട്ടുള്ള വളരെയധികം ഉള്ള അടുപ്പം കാരണം അല്ലെ, അവര് ദൈവത്തിന്റെ എന്താ പറയുന്നത്, ദൈവവുമായിട്ടുള്ള അവർക്ക് വളരെയധികം അടുപ്പമാണ്. പോളിനെയൊക്കെ ഒന്ന് വിചാരിച്ചു, പോളും പീറ്ററൊക്കെ ഒന്ന് വിചാരിച്ചു, അവര് ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പം എന്ന് പറയുമ്പോൾ അതൊരു വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അടുപ്പമായിരുന്നു അല്ലെ. നമ്മളിൽ നിന്നും പലരിലും കാണാതിരിക്കുന്ന തരത്തിലുള്ള ഒരു അടുപ്പമായിരുന്നു. ബില്ലി ഗ്രാം, കാതറിൻ കുൾമാൻ, അവരൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെ പറ്റി പറയുവാണെങ്കിൽ അല്ലെ, അപ്പൊ അവരൊക്കെ ദൈവവുമായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് വഴി ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ചിലരുടെ കാര്യത്തിലാണ് ദൈവം അനോയിന്റിങ് കൊടുക്കുന്നത്, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നില്ല. സ്പിരിച്വൽ ഗിഫ്റ്റ് വഴി ചെയ്ത് അവിടെയും എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ എല്ലാം ഉള്ളില് അല്ല, സ്പിരിച്വൽ ഗിഫ്റ്റ് ആണെങ്കിൽ ദൈവമായിട്ടുള്ള വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഹൃദയത്തിനുടമുള്ളവരാണെങ്കിൽ പോലും എന്താ പറയുക, എങ്ങനെയാണെന്ന് പറഞ്ഞാലും അവര് ഉള്ളില് ഉണ്ടായിരിക്കുന്ന ഫോം ചെയ്തിരിക്കുന്ന യേശു ദൈവമാണ് വർക്ക് ചെയ്യുന്നത്, അവർ വഴി ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, ജോണിന്റെ തന്നെ 14ാമത്തെ ചാപ്റ്ററിൽ 10ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം അല്ലെ, യേശുവിന്റെ ഉള്ളിലുള്ള പിതാവാണ് വർക്ക് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഹോളി സ്പിരിറ്റ് ഗോഡാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോ പിശാചിനെ അവന്റെ ആത്മാക്കളെ അല്ലെ, അവന്റെ കൂട്ടാളികളായിട്ടുള്ള ആത്മാക്കളെ, അവന്റെ കൂട്ടാളികളായിട്ടുള്ള ബാക്കി മോശപ്പെട്ട ഏഞ്ചൽസിനെ നമുക്ക് ചേർത്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടായിരിക്കണം അല്ലെ. സ്ട്രെങ്ത് നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കണം അല്ലെ. സ്വന്തം സ്ട്രെങ്തുമായിട്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല അല്ലെ. നമ്മളുടെ ജീവിതത്തിന്റെ ഇപ്പൊ പറയുവാണെങ്കിൽ പിശാചിനെ ഓടിക്കുന്നതിനെ പറ്റി തന്നെയല്ല പറയുന്നത്. നമ്മളുടെ ജീവിതത്തില് ഇല്ല, ഈ കള്ളൻ വരും, അതിനുള്ള ഉറപ്പ് കാര്യമാണ്. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുകാർ അറിഞ്ഞു എങ്കിൽ എന്ന് പറയുമ്പോൾ കള്ളൻ വരിക തന്നെ ചെയ്യും. പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ അവൻ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അത് അവൻ അങ്ങനെയാണ് അല്ലെ. പല ടെംപ്ടേഷൻ വഴിയും പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അല്ലെ, പല കാര്യങ്ങൾ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് ഇടുകയും നമ്മളെ ദേഷ്യപ്പെടുത്തി നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുകയും അല്ലെ, ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും പിന്നെ ഇൻഫിനിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുകയും അങ്ങനെ തരത്തിലുള്ള പല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇടും. അങ്ങനെ പല കാര്യങ്ങൾ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ചെയ്യത്തില്ല എന്ന് ഒരിക്കൽ പോലും പറയാൻ പറ്റത്തില്ല, അന്ന് ചെയ്യുക തന്നെ ചെയ്യും അല്ലെ. അങ്ങനെ അവൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെയാ അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, നമുക്കറിയാം 91ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, മറവിൽ വസിക്കുന്ന ആൾക്കാരെ പറ്റി പറയുക. 3ാമത്തെ വാക്ക് തൊട്ട് താഴേക്ക് വരുവാണ്, 7 വരെയുള്ള വാക്ക് വായിക്കുവാണെങ്കിൽ 91 സങ്കീർത്തനത്തിന്റെ 3 തൊട്ട് 7 വരെയുള്ള വാക്ക് പെട്ടെന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ നിന്റെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുൾ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല്, ദൈവം തന്റെ മറവിൽ വസിക്കുന്ന ആൾക്കാരെ പറ്റിയാ പറയുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന ആൾക്കാരെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുക. ഇവർക്ക് ഈ അനീതികളൊന്നും വരത്തില്ല. അവരെ വേട്ടക്കാരന്റെ കെണിയിൽ ദൈവം വിടുവിക്കും. നാശകരമായ മഹാമാരി അവർ വിടുവിക്കുന്ന പറയുമ്പോൾ
വേട്ടക്കാരന്റെ കെണി വെക്കാൻ ആരോ ഉണ്ട് അല്ലെ? മനുഷ്യരാണ് നമ്മൾക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ അവരുടെ ആ മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ പുറകെ നിൽക്കുന്ന പിശാചാണ് അല്ലെ? മനുഷ്യ വർഗത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി അടിപ്പിക്കുന്നത് പിശാചാണ് അല്ലെ? നമ്മൾ പുറമെ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ജഡരക്തങ്ങളോടല്ല യുദ്ധമുള്ളത് അല്ലെ? നമ്മളുടെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ജഡരക്തങ്ങളോടല്ല. പക്ഷെ മുമ്പിൽ നിൽക്കുന്ന രക്തങ്ങളായിരിക്കും. നമ്മള് പിശാച് ഉപയോഗിക്കുന്ന മനുഷ്യരൊക്കെ നമ്മൾ വിചാരിക്കും മനുഷ്യരുമായിട്ട് നമുക്ക് പ്രശ്നമുള്ളത്. പക്ഷെ മനുഷ്യരുമായിട്ടൊന്നുമല്ല നമുക്ക് പ്രശ്നമുള്ളത്. പിശാചും അവന്റെ ടീമുമായിട്ടാണ് നമുക്ക് പ്രശ്നമുള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ പല രീതിയിലും വേട്ടക്കാരന്റെ കെണി പോലെ അല്ലെ, അല്ലെങ്കിൽ രാത്രിയിൽ വന്ന മഹാമാരി പോലെ, നാശകരമായ മഹാമാരി പോലെ അല്ലെ, രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന പെസ്റ്റിലൻസ് പോലെ, അല്ലെങ്കിൽ പകല് നമ്മുടെ ഹൃദയത്തിലേക്ക് അവന് എഴുതിവിടുന്ന അമ്പ് പോലെ, അങ്ങനെ പലതും പല രീതിയിലും അവനത് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ ചെയ്ത് നോക്കിയിരിക്കുന്നല്ല, അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ അങ്ങനെയാണ്, പിശാച് അങ്ങനെ എങ്ങനെയും അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം സങ്കീർത്തനം 91 തന്നെ ആദ്യത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തി നിഴലിൻ കീഴിൽ പാർക്കുന്നതും ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളും വരത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനും അല്ലെ, മഹാമാരികളൊന്നും വരാതിരിക്കുന്നതിനും, പകല് പറക്കുന്ന അസ്ത്രങ്ങളൊന്നും നമ്മുടെ നേരെ വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടി ഒരു എന്താ പറയാ അതിനുള്ള പരിഹാരം അല്ലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവർക്ക് ഇതൊന്നും സാധിക്കത്തില്ല. അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുമ്പോ ഒരു വാസസ്ഥലത്തെ പറ്റി വിചാരിച്ചു നോക്ക്. നമ്മൾ ആരുടെയെങ്കിലും വീട്ടിലേക്ക് പോകുമ്പോ അവരെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ വീടിന്റെ റൂൾ അനുസരിച്ചാണ് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് എങ്ങോട്ടെങ്കിലും പോവാണ്, ഒരു വീട്ടിൽ ചെല്ലുവാണെങ്കിൽ അവർക്കുള്ള രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് അവരുടെ വീടിന്റെ അകത്ത് കയറി പെരുമാറാൻ സാധിക്കത്തില്ല അല്ലെ? അപ്പൊ അങ്ങനെയാവുമ്പോ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുക അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത്യുന്നതൻ എന്താണ് ഇഷ്ടം അതുപോലെ അനുസരിച്ച് നമ്മൾ ജീവിക്കേണ്ടത്. അത്യുന്നതൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സദൃശവാക്യങ്ങളിലേക്ക് വരുമ്പോൾ അല്ലെ, 3-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നൽ എന്ന് പറഞ്ഞിരിക്കുക. 7-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നു, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കുക, നിനക്ക് തന്നെ നീ ജ്ഞാനിയായിട്ട് തോന്നരുത് അല്ലെ. നീ നിന്റെ സ്വന്തം സ്ട്രെങ്തിൽ, നീ നിന്റെ സ്വന്തം ബലത്തിൽ നീ ആയിരിക്കുന്ന വ്യക്തിയാകരുത്. നിനക്ക് വലിയ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ആ കഴിവിൽ ആശ്രയിക്കുന്ന വ്യക്തിയാകരുത്. നിന്റെ കഴിവ് ഒരു കഴിവല്ല അല്ലെ. നിനക്ക് ഈ മഹാമാരി കൊണ്ടുവരുന്നവൻ അല്ലെ, വേട്ടക്കാരന്റെ അല്ലെങ്കിൽ ആ കള്ളന്റെ പിടിയിൽ പെടാതിരിക്കണമെങ്കിൽ അല്ലെ, യേശുവിന്റെ കീഴിൽ ആയിരിക്കണം, യേശുവിന്റെ സ്ട്രെങ്തിൽ ആശ്രയിച്ചിരിക്കണം അല്ലെ. ദൈവം ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തെ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ എതിർത്തേക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെ. പോളിനെ പിശാചിനെ അറിയാമെന്ന്, യേശുക്രിസ്തുവിനെ പിശാചിനെ അറിയാമെന്ന്, സ്കീവയുടെ 7 മക്കളെ പിശാചിനെ അറിയത്തില്ലായിരുന്നു അല്ലെ. അപ്പൊ അവന്മാര് പിശാചിനെ ടീമിനും ആൾക്കാരുടെ ശരീരത്തിൽ ഓടിക്കാൻ ചെന്ന് കഴിയുമ്പോഴേക്കും ഇവര് ചോദിക്കും, നിങ്ങളാരാ? ഞങ്ങൾക്ക് പോളിനെ അറിയാം, ഞങ്ങൾക്ക് ജീസസിനെ അറിയാം അല്ലെ, പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് അറിയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിനുള്ളിൽ യേശു ഇല്ല അല്ലെ. അപ്പൊ പിശാച് ബാധിച്ചവര് പിശാച് അവരെ ഇട്ടോട്ട് ഓടിച്ച് കഷ്ടപ്പെടുത്തുന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാകുമ്പോ നമ്മുടെ ഉള്ളില് യേശുക്രിസ്തു ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീണ് പോകാതിരിക്കത്തുള്ളൂ. നമ്മുടെ സ്വന്തം സ്ട്രെങ്തിൽ ആശ്രയിക്കാൻ പോയി കഴിഞ്ഞാല് കള്ളം വന്ന് നമ്മുടെ വീട് തുരന്ന് കയറുക തന്നെ ചെയ്യും, നമ്മുടെ ജീവിതത്തെ തുരന്ന് കയറി നശിപ്പിക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പൊ നമുക്കറിയാം പീറ്ററിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കി. ദൈവം യേശുക്രിസ്തു പീറ്ററിനോട് പറഞ്ഞൊരു കാര്യമാണ്, പീറ്ററെ ഇതാണ് സൈറ്റൻ നിന്നെപ്പറ്റി ചോദിക്കുക, നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാൻ വേണ്ടി അല്ലെ, സിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ സിഫ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ നമുക്കറിയാം നമുക്കത് അരിപ്പയ്ക്കകത്തിട്ട് ഇങ്ങനെ അല്ലെ, അരിപ്പയ്ക്കകത്ത് നമ്മള് അരിമാവൊക്കെ ഇങ്ങനെ എന്താ പറയാ അരിച്ചെടുക്കുന്ന പോലെ അങ്ങനെ ഒരു രീതിയിലേക്ക് നിന്നെ എന്താ പറയാ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി സൈത്തൻ ചോദിച്ചിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താ വർക്ക് വരുന്നുണ്ട് പുറകെ എന്ന് അല്ലെ, നിന്നെ കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി വരുന്നുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞു. പിന്നെ അടുത്ത വാക്കിൽ തന്നെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ ചാപ്റ്റർ ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത വാക്ക് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക, നീ വീണ് പോയതിനു ശേഷം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് യേശുക്രിസ്തു പറയുക അല്ലെ. കൃത്യമായിട്ട് ആ വാക്ക് പറയുവാണെങ്കിൽ
ലൂക്കോസിന്റെ 22-ാമത്തെ ചാപ്റ്റർ 31 തൊട്ട് 34 വരെയുള്ള വാക്കുകൾ അത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുക, 32-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു പീറ്ററിന് വേണ്ടി ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലെ. തന്റെ വിശ്വാസം ഇളകി പോകാതിരിക്കുന്നു, താൻ തിരിച്ചു വരുന്നതിന് വേണ്ടി അല്ലെ, വിശ്വാസം നശിച്ചു പോകാതിരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നീ തിരിച്ചു വന്നതിന് ശേഷം നീ വീണ് പോകും, അത് വാസ്തവം. നീ വീണതിന് ശേഷം തിരിച്ചു വന്നു കഴിയുമ്പോൾ എന്റെ ആടുകളെ എന്താ പറയണേ, എന്റെ എന്താ പറയാ ബ്രദറന്മാരെ, എന്റെ അല്ല നിന്റെ ബ്രദറന്മാരെ ശക്തിപ്പെടുത്തുമെന്ന് യേശു പറയുക. അപ്പൊ ഒന്ന് വിചാരിക്കുക, വീണ് പോകും എന്നുള്ള കാര്യം പീറ്ററിനോട് ഓൾറെഡി പറഞ്ഞു യേശു ക്രിസ്തു അല്ലെ. പിശാച് നിനക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റാനിരിക്കുക എന്ന് പറഞ്ഞു ഓൾറെഡി അല്ലെ. സിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഉള്ള കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞു പീറ്റർ. അപ്പൊ പീറ്റർ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, അയ്യോ ഇങ്ങനെ യേശുവിനോട് പറഞ്ഞു, എല്ലാവരും യേശുവിനെ തള്ളിക്കളയുമെന്ന് പറയുമ്പോ ഇങ്ങനെയാണ് പീറ്റർ പറയുന്നത്, അങ്ങനെയല്ല, ഞാൻ മരിച്ചെന്ന് പറഞ്ഞാലും ഞാൻ യേശുവിനെ തള്ളിക്കളയത്തില്ലെന്ന് അങ്ങോട്ട് ഒരു തീരുമാനം എടുക്കുക. തീരുമാനം എടുക്കൽ അങ്ങ് പറയുക, പീറ്റർ അങ്ങ് പറയുക. പക്ഷെ അവിടെ പീറ്റർ പറഞ്ഞ് തന്റെ സ്വന്തം അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട്, തന്റെ സ്വന്തം ശക്തി വെച്ചുകൊണ്ട് പീറ്റർ പറയുന്നത്. പക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ പീറ്റർ എങ്ങനെയായി തീർന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതിനു മുമ്പ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഗെത്സമനയിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ശിഷ്യന്മാരെ കുറച്ചുപേരെ അകലത്തിലെത്തിയിട്ട് 3 പേരെ, പീറ്ററേയും ജെയിംസിനെയും ജോണിനെയുമായിട്ട് കുറച്ചും കൂടെ ഇന്റീരിയറിലായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് യേശു പ്രാർത്ഥിക്കാൻ പോകുമ്പോ അല്ലെ, ഇവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ടെംപ്റ്റേഷനിൽ അകപ്പെടാനുള്ള സമയമായിരിക്കും, പക്ഷെ അപ്പൊ നിങ്ങൾ പ്രാർത്ഥിച്ച് എന്താ പറയുക, ടെംപ്റ്റേഷൻ ഉണ്ടാവും നിങ്ങൾക്ക്, നിങ്ങൾ പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ യേശു പിന്നെയും പറയും, 3 പ്രാവശ്യം ഇവരെ എന്താ പറയുക, 2 പ്രാവശ്യം ഇവരോട് പറഞ്ഞു, 3ാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ ഇവര് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. യേശു വരുമ്പോഴെല്ലാം ഇവര് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഒന്നെങ്കിൽ മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്ട്രെങ്തിൽ അവർ ആശ്രയിച്ചു അല്ല. എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതി, ഞാൻ ഈ റബായ പറയുന്ന പോലെ ഒന്നും അല്ല. പീറ്റർ എങ്ങനെയായിരിക്കും ഒരുപക്ഷെ വിചാരിച്ചാൽ, ഈ പീറ്ററിന് ഒരുപക്ഷെ മനസ്സിലായി കാണത്തില്ല റബായ എന്താ പറയുന്നത് അല്ലെ. അപ്പൊ സ്വന്തം സ്ട്രെങ്തിൽ തന്നെ ആശ്രയിച്ചു പീറ്റർ. പക്ഷെ പിന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ പീറ്റർ ചെയ്യുന്നതിനെ പറ്റി അല്ലെ. യേശുവിനെ തള്ളിപ്പറയുന്നു. പിന്നെ മത്തായിയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്താ, ഇനി എന്താണ് എന്റെന്ന് അറിയുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത്, പീറ്റർ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്തെന്ന് വെച്ചാൽ കേഫസിന്റെ ഒക്കെ വീട്ടിലേക്ക് യേശുവിനെ കൊണ്ടുപോയി അറസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹൈപ്രീസ്റ്റിന്റെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ കൊണ്ടുപോകുന്ന കൂട്ടത്തില് പീറ്ററും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും യേശുവിനെ അല്ലെ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനി എന്താണ് 58-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇനി എന്താണ് എൻഡ് വരാൻ പോകുന്നത് എന്താന്നുള്ളതിന്റെ കാര്യത്തെ പറ്റി പീറ്റർ നോക്കുന്നതിന് വേണ്ടി പീറ്റർ അവിടെ വെയിറ്റ് ചെയ്യും അല്ലെ. പിന്നെ നമുക്കറിയാൻ പറ്റും, ആ സെർവന്റ് ഗേൾ വന്ന് ചോദിക്കുമ്പോൾ യേശുവിനെ തള്ളിപ്പറയുന്നു. പിന്നെ വേറൊരു പെൺകുട്ടി വന്ന് ചോദിക്കുമ്പോൾ തള്ളിപ്പറയുന്നു. പിന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ പീറ്റർ അവരെ ശപിക്കുകയോ ചെയ്യുന്നത്, ശപിച്ചുകൊണ്ട് എനിക്ക് അറിയത്തില്ല, ഈ വ്യക്തിനെ എനിക്ക് അറിയത്തില്ല എന്നുള്ളത് അങ്ങനെ പറയുക പീറ്റർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്താ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാല്, പീറ്റർ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ അല്ലെ, പീറ്റർ വീണ് പോകുക തന്നെ ചെയ്തു. അപ്പൊ അതുപോലൊരവസ്ഥ നമ്മൾക്കുണ്ടാകണം എന്നൊരിക്കൽ പോലും ദൈവം ആഗ്രഹിക്കുന്നില്ല അല്ലെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവണം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പോലും. അപ്പൊ നമുക്ക് എസെക്കിയേലിലൊക്കെ ദൈവം ഇങ്ങനെ 18-ാമത്തെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഒരാളെങ്കിലും നശിച്ചു പോകണമെന്ന്, മരിക്കുന്നവർ മരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? വിക്കഡായിട്ട് അല്ല, മോശപ്പെട്ടവനായിട്ട് മരിച്ചു പോകണമെന്ന്, അങ്ങനെ ആ വ്യക്തി മരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാ ദൈവം ചോദിക്കുന്നത്. ആരുടെയും മരണത്തെ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ഒപ്പം ജീവിതകാലം മൊത്തം വേണം, നിത്യതയിൽ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം അല്ലെ. നമ്മൾ ഒരാൾ പോലും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവം, ഒരാൾ പോലും വീണ് പോകണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവം. അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, നമ്മുടെ സ്വന്തം ശക്തിയിൽ നമ്മൾ നിൽക്കുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ എന്ന് പറയുക. നമ്മുടെ സ്വന്തം ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്ന വ്യക്തികൾ ആകാതിരിക്കട്ടെ അല്ലെ. പിശാച് പുറകെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ അവനെ നമ്മൾ പേടിച്ചോണ്ട് ഓടേണ്ട കാര്യമില്ല അല്ലെ. നമ്മളുടെ ഉള്ളിലുള്ള ആള് ഹോളിസ്പിരിറ്റ് ഗോഡ് ഗ്രേറ്റർ ആണ് പുറത്തുള്ളതിനേക്കാൾ, അത് വാസ്തവം. പക്ഷെ ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിട്ട് ഹോളിസ്പിരിറ്റ് ഗോഡിനെ നമ്മൾ അതോറിറ്റി കൊടുക്കണം നമ്മുടെ ജീവിതത്തില്. നമ്മൾക്ക് ഹോളിസ്പിരിറ്റ് ഗോഡ് നമ്മൾ ഫ്രീഡം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, നമ്മൾ നയിക്കുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീഡം ഹോളിസ്പിരിറ്റ് ഗോഡ് കൊടുത്തേ പറ്റും. ദൈവം എന്ന് പറഞ്ഞാൽ വളരെ ജെന്റിൽമാനാണ് അല്ലെ. ചാടി ഇടിച്ച് കയറി പിശാച് ചെയ്യുന്നുള്ള ഒരു കാര്യവും ചെയ്യത്തില്ല. നമ്മള് ദൈവത്തിന്റെ ചിറയിൻ കീഴിൽ, യേശുവിന്റെ യഹോവയുടെ ചിറയിൻ കീഴിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സങ്കീർത്തനം 91 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ, ആ അനുഗ്രഹം മൊത്തം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരത്തുള്ളൂ. അല്ല എങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മളുടെ സ്ട്രെങ്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ വീണ് പോവുക തന്നെ ചെയ്യും.
വീണു പോകരുത്. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്ട്രെങ്തിൽ ആശ്രയിക്കാൻ പോകരുത് അല്ലെ. കളക്കാനും മുടിപ്പാനും എന്താ പറയുക നശിപ്പിക്കാനുമായിട്ട് വരുന്നവൻ ഉണ്ട്, കള്ളൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. അതാണ് നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വീണു പോകരുത്. അപ്പോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുക. എന്തൊരു കാര്യത്തിനും ദൈവത്തിൽ ആശ്രയിക്കുക. യേശു ക്രിസ്തുവിനെ ആശ്രയിച്ചു ജീവിക്കുക. സകലതിനും യേശു ക്രിസ്തുവിനെ ആശ്രയിക്കുക. ഒന്നിനും യേശു ക്രിസ്തുവിനെ ആശ്രയിക്കാതിരിക്കരുത്. ഒരു തീരുമാനം നമ്മുടേതായിട്ട് എടുക്കരുത്. അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്താം. കർത്താവേ, ഈ സമയത്തായിട്ട് നന്ദി പറയുന്നു കർത്താവേ. പിതാവേ, പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈ ഫാദർ ഗാഡ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു കർത്താവേ. നന്ദി പിതാവ് കർത്താവേ. ഞങ്ങളെ തേടിയെത്തുന്ന സ്നേഹമോ കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾ സ്ട്രെങ്ത് ചെയ്യുന്നത് അങ്ങേ കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഇല്ല. ഓ താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈ ഫാദർ ഗാഡ്. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ ഗാഡ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡിന്റെ സൗണ്ട് ഞങ്ങൾക്ക് കേൾക്കട്ടെ കർത്താവ് ലോർഡ് ഫാദർ. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ എന്ന് അപേക്ഷിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന രീതി കൂടെ മാത്രമല്ല ജീവിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുന്ന അതേ രീതിയിൽ തന്നെ ജീവിക്കുന്ന കൃപ ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. എല്ലാ മഹത്വവും അങ്ങയുടെ പേരിൽ തന്നെ വരട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിനോട്ട് പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇത് കേട്ടുന്ന ദൈവത്തിനകത്ത് മാത്രം ഉണ്ടാകും.